ഒരു ഘട്ടത്തിൽ ആശ്ചര്യവും അതുപോലൊപ്പം തന്നെ വലിയ ആശ്വാസവും നൽകുന്ന വാർത്തയാണ് ഒഡാലിൽ കുടുംബത്തെ തേടിയെത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും 56 വർഷം മുൻപുണ്ടായ ഒരു വിമാന അപകടത്തിൽ കാണാതാകുന്നു സൈനികർ. അതിൽ 56 വർഷത്തിന് ശേഷം ആശ്വാസകരമായ വാർത്ത കുടുംബത്തെ തേടിയെത്തുന്നു. മൃതശരീരം ലഭ്യമായി എന്നുള്ള വിവരം. ആറന്മുള പോലീസ് മുഖേനയാണ് സൈന്യത്തിന്റെ സന്ദേശം ഈ കുടുംബത്തെ തേടിയെത്തിയത്. മരണമടഞ്ഞു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു തോമസ് ചെറിയാൻ. അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ അപകടമുണ്ടാകുന്ന സമയത്ത് 22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഒഡാലിൽ കുടുംബത്തിലെ 5 മക്കളിൽ രണ്ടാമത്തെ ആളായിരുന്നു. എന്നോടൊപ്പമുള്ളത് മേരി തോമസ്, അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരിയാണ്. ഈ അപകടമുണ്ടാകുമ്പോൾ ആൻറ്റിക്ക് പ്രായം കേവലം 12 വയസ്സ് മാത്രമായിരുന്നു. വലിയ ആശ്വാസം ലഭ്യമാകുന്ന ഒരു വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. എന്നാലും സങ്കടമുണ്ട്. പത്രം വായിച്ചപ്പോൾ ഞങ്ങളുടെ 5 മക്കളെ അപ്പൻ്റെ അമ്മയുടെ കാര്യം കേട്ടപ്പോൾ ഇന്നലെ പിന്നെ ഇത് ബോഡി കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കല്ലറയിൽ തന്നെ കൊണ്ട് നടക്കാമല്ലോ എന്നുള്ള. അങ്ങനെ അന്ന് ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ അമ്മയും അച്ഛനും ഒത്തിരി വിഷമത്തോടെ കടന്നുപോയത്. ഒരുപാട് വിഷമത്തോടെ കടന്നുപോയത്. അമ്മയെ അച്ഛനും നല്ല ഇച്ചിരി ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ പത്രം ആദ്യം കണ്ടപ്പം തന്നെ അച്ഛൻ ഈ പത്രം പിറ്റേ ദിവസം കണ്ടപ്പോഴേ പറഞ്ഞു, നിൻ്റെ മോൻ്റെ പേര് ഇതിനകത്ത് കാണാതെ അതൊന്നു പറഞ്ഞു. അപ്പോഴും അമ്മയ്ക്ക് അറിയത്തില്ല ഈ പ്ലെയിൻ നഷ്ടമായെന്നേ ഉള്ളായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഇത് ടെലിഗ്രാം വരുമായിരുന്നു. അങ്ങനെ ഞാനന്ന് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുക. അവിടെ വന്ന് എന്നെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു എല്ലാവരും. ഈ തിരച്ചിൽ തുടരുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ച് ഇടയ്ക്കിടെ സൈന്യത്തിൽ നിന്ന് കത്ത് വരാറുണ്ടായിരുന്നു. അത് ഇവിടെ എൻ്റെ വീട് ഇവിടെ അടുത്താണ് എന്നെ കല്യാണം കഴിച്ചത്. അപ്പം മിക്കവാറും എപ്പോഴും ഇവിടെ വരും. അപ്പോൾ ഈ വിവരം ഓരോന്ന് പറയും. അപ്പോൾ ഈ ഒരു 3 വർഷത്തിന് മുമ്പ് പറഞ്ഞിങ്ങനെ പ്ലെയിനിൻ്റെ അവശിഷ്ടം ആളെ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും നമ്മുടേത് കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളെങ്ങനെ കാണാൻ ഇത്രയും വർഷമായി പോയില്ലയോ. പിന്നെ അതിനു മുമ്പേ എല്ലാം ജീവനോട് വരുമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ഇങ്ങനെ പ്ലെയിനിൻ്റെ അവശിഷ്ടം കണ്ടെന്ന് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു പ്രത്യാശയില്ലായിരുന്നു. പിന്നെ ഇങ്ങനൊരു ബോഡി കിട്ടുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ കൊണ്ടുവന്ന് കല്ലറയിൽ അടക്കാമല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. 12 വയസ്സായിരുന്നു അന്ന് ആൻറ്റിക്ക് പ്രായം. സഹോദരനെ കുറിച്ചുള്ള അന്നത്തെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ എൻ്റെക്ക് മൂത്ത 3 പേരാണ്. 3 പേരും ഞാൻ 7 പഠിക്കുമ്പോൾ 3 പേർക്കും ജോലിയായി. 3 പേരും ജോലിയായി. ഞാൻ 4ാമത്തേതാണ്. ഞങ്ങളെല്ലാം ഒരു 5-6 വയസ്സിന് വീതം എളുപ്പമുള്ളവരാണ് ഞങ്ങൾ തമ്മിൽ. എന്നെക്കാട്ടിൽ 6 വയസ്സിന് ഇളയ ആങ്ങള. അങ്ങനെ അപ്പം എന്നെ അങ്ങ് ഒത്തിരി സ്നേഹത്തിൽ അപ്പനും എല്ലാവരും. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനും മക്കളില്ലായിരുന്നു. അവിടെ ആയിരുന്നു പുള്ളിയെ നിർത്തിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് സമയത്ത് പോകുന്ന ആ പ്രാവശ്യം വന്നപ്പം അപ്പോൾ ഈ ഇളയ ആങ്ങളയുടെ ജോലിക്ക് പോയപ്പോൾ അമ്മയ്ക്ക് വിഷമമായതിന് അമ്മയുടെ കൂടെ വന്ന 10-20 ദിവസം കടന്നത്. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 4 ആങ്ങളമാർക്കുള്ള ഏക പെൺതിരിയായിരുന്നു, സഹോദരിയായിരുന്നു. 2 അപ്പന്മാരും 2 അമ്മമാരും. അച്ഛൻ്റെ ജ്യേഷ്ഠനാണ് ഞങ്ങളെ എല്ലാവരെയും വളർത്തിയത്. അപ്പച്ചനായിരുന്നു ഞങ്ങളെ വളർത്തിയത്. അങ്ങനെ അവിടെ ആയിരുന്നു ഈ ആങ്ങളെയും അവിടെ ആയിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റിൽ അമ്മയുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് താമസിച്ച് അമ്മയെ ആഹാരമെല്ലാം സ്കൂളിലെല്ലാം കൊടുത്തയക്കുന്നതും എടുക്കുന്നതും എല്ലാം ഞങ്ങൾക്കെല്ലാം അമ്മയായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പം എന്നേക്ക് മൂത്തതാ 3 പേരും ജോലിയായി വരുമ്പോൾ എല്ലാവരും എല്ലാം കൊണ്ടുത്തരും. എന്നെ അങ്ങ് പൊക്കി ഇവരങ്ങ് കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ സ്നേഹത്തിൽ അപ്പനും അതുപോലത്തെ ഒരു സ്നേഹമുള്ള ഒരു ഭവനമായിരുന്നു ഞങ്ങളുടെ ഭവനം. അങ്ങനത്തെ ഒരു ഭയങ്കര സന്തോഷം. എൻ്റെ അപ്പം മരിച്ചാലും ഇന്ന് മേന്മ നിലനിൽക്കുമെന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ ആ ജീവിതം അതുപോലത്തെ ഒരു ജീവിതമായിരുന്നു. ആ സ്നേഹം ഇന്നും ആങ്ങളമാർ മോളെന്നേ വിളിക്കത്തുള്ളൂ. എന്തുകൊണ്ടേലും ഓടി വരുകയും അങ്ങനത്തെ ഒരു സ്നേഹമാണ് ഇന്നും കൊണ്ടുപോകുന്നത്. 20ാമത്തെ വയസ്സിൽ സൈന്യത്തിൽ പ്രവേശിച്ച് 2 വർഷത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി ലഡാക്കിലേക്ക് ആദ്യ പോസ്റ്റിങ്ങിനുള്ള യാത്രയിലായിരുന്നു. ആദ്യത്തെ യാത്രയാണ്. അങ്ങനെ ചണ്ഡീഗറിൽ നിന്നാണ് പോയി. അവിടെ അന്നേരവും നമുക്ക് എഴുത്ത് വന്നു. ചണ്ഡീഗറിൽ വന്നിട്ടുണ്ട്, ഇനി പ്ലെയിനിൽ പോകാമെന്നൊന്നും നമുക്ക് എഴുത്ത് വന്നായിരുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 7ാം ക്ലാസ് ആയില്ലയോ, അപ്പോൾ ഓർമ്മയുണ്ട്. അങ്ങനെ പിന്നെ അച്ചായനും നമ്മളോടെല്ലാം, അച്ചാനും അമ്മയെല്ലാം, അച്ചാൻ ഞങ്ങളെല്ലാം ഒരു പ്രത്യേക രീതിയിലാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ദൈവമായുള്ള ഒരു ബന്ധത്തിലും ആലയത്തിൻ്റെ ഒരു ബന്ധത്തിലും ഒക്കെയാണ് ഞങ്ങളെ വളർത്തിയത്. ഇന്നും ഞങ്ങളെല്ലാം അതുപോലെ തന്നെ. അങ്ങനെ അപ്പോൾ
ഇന്നലെ വൈകുന്നേരം പോലീസ് വന്ന് പറയുമ്പോൾ ഉണ്ടായ ആൻറ്റി ഈ വിവരം അറിയുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്തായിരുന്നു? ഫീലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അതിശയം പോലെ എനിക്ക് ഒന്നും പറയാൻ വയ്യാത്ത ഒരു അവസ്ഥയായിപ്പോയി. പിന്നെ അന്നേരം എൻ്റെ ഭർത്താവ് പറഞ്ഞു, നീ എന്തിനാണ് ഈ വിഷമിക്കുന്നത്, നിനക്ക് സന്തോഷമല്ലയോ ഇങ്ങനെ ഒരു ഇത് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. ഞാൻ പറഞ്ഞത് സന്തോഷമുണ്ട്. പിന്നെ ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞ് പോയിട്ടും, പക്ഷേ ഇപ്പം രാവിലെ ഈ പത്രം എടുത്ത് വായിച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പോയി. ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ, ഞങ്ങളുടെ അപ്പനെയും അമ്മയും ഓർത്തപ്പോൾ അങ്ങനെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ബോഡി കിട്ടിയതിൽ ഇപ്പോൾ ഒരു ഉദ്ദേശിക്കാത്ത ഒരു കാര്യമാണ്, അത് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി അതെല്ലാത്തിൻ്റെയും കാര്യങ്ങളടക്കം ചെയ്യണം. അപ്പം ഒരാഴ്ചക്കുള്ളിൽ ബോഡി നാട്ടിൽ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഇവർ പറഞ്ഞത്, ഇന്നലെ വന്ന പോലീസുകാർ പറഞ്ഞത്. അത് ഇനിയും നോക്കിയിരിക്കുക ഞങ്ങൾ.